മക്കളെ, അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസം തീരുകയാണ്. കുറേ നാളായി നമ്മുടെ കുട്ടികൾ എപ്പോഴായിരിക്കും മിസ് റിസൾട്ട് വരുന്നുണ്ടാവുക, അതെന്നായിരിക്കും വരുന്നുണ്ടാവുക എന്നങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജൊക്കെ അയച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഇനി മിസ് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, ഇനി ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മെയ് 2 വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ് 2 തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി 9ാം ക്ലാസ്സിലെ മക്കളല്ല നിങ്ങൾ അല്ലേ, 9ാം ക്ലാസ്സിൽ നിന്ന് ഇനി വലുതായി നമ്മുടെ 10ാം ക്ലാസ്സിലാണ് ഇപ്പോൾ നിങ്ങൾ എത്തി നിൽക്കുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇനി 10ാം ക്ലാസ്സിലാവുന്ന സമയത്ത് അതിൻ്റെ ഡബിൾ ഇരട്ടി പവറോട് കൂടെ വേണം നമ്മുടെ ഈ ഒരു 10ാം ക്ലാസ് പഠിക്കാനായിട്ട്. അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലേ തന്നെ നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കുട്ടികൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതായത് പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, അയ്യോ മിസ് ഞാൻ അത്രയ്ക്ക് വലിയ പഠിപ്പിച്ചൊന്നുമില്ല, എനിക്ക് വലിയ പഠിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല, ഞാൻ ഭയങ്കര ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് എന്നൊക്കെ പലർക്കും ഒരു തോന്നലുണ്ടായിരിക്കും. ആ തോന്നലുകളെല്ലാം അത് മാറ്റി വെച്ചേക്ക് നിങ്ങൾ ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും എഫേർട്ട് നമ്മുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഇടാനായിട്ട് ആ ഒരു എഫേർട്ട് ഇടാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മിസ് അത്രയും ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ ബിലോ എവറേജ് ആണെന്ന് വിചാരിച്ചിട്ട് ഫുൾ A+ കിട്ടിയ മക്കളുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി 9ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരു അടിപൊളി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി നമ്മുടെ 10ാം ക്ലാസ് ഇപ്പോൾ ഓൾറെഡി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ബാച്ചൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും നല്ല വാശിയോട് കൂടെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി പലർക്കും ചിലപ്പോൾ ഡൗട്ടൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ അഡ്മിഷൻ എടുക്കണോ, അല്ലെങ്കിൽ ഞാൻ പിന്നെ ഞാൻ അഡ്മിഷൻ എടുത്താൽ മതിയോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഡൗട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഒരു തീരുമാനം എടുക്കുക, വേഗം തന്നെ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ്സസ് മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. ഓക്കെ, അവസാനത്തേക്ക് എക്സാമൊക്കെ ആവുന്ന സമയത്ത് നോക്കാനൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല മക്കളെ, നിങ്ങൾക്ക് ഭയങ്കര ഹെക്ടിക് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ സിമ്പിളായിട്ട് കൂളായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ മിസ് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.